BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha, K. Purushothaman and Sons, Golden Jewellery, Telephone Exchange Junction, Thodupuzha. Parayanjalil Jewellers, Jyoti Bazaar, Thodupuzha. Phone 222401. Desire, Kalarikal Bazaar, near Private Bus Stand, Thodupuzha. Spendex Industries Designer Tiles near Kaniyamuri Bridge, Kanjiramattam, Thodupuzha. Mangalat Opticals, Pulimootil Plaza, Pala Road, Thodupuzha. Royal, the complete family shopping near Private Bus Stand, Thodupuzha. കഴിഞ്ഞ കാറ്റിനും മഴയ്ക്കും മൊത്തം നശിച്ചായി വീട്. അത് നന്നാക്കാൻ വേണ്ടിയാ ഞാൻ ഈസി ലോൺ എടുത്തത്. എത്ര പെട്ടെന്ന് ലോൺ കിട്ടിയെന്നറിയാമോ? ഇതാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിത ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. KG's Jewellery, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. Malabar Golden Diamonds. Celebrate the beauty of life. ആരേ ഗായത്രി? ഗായത്രി തൊടുപുഴയില. Designing in the Proudy, Gayatri Designs. Materials, sarees, designing, stitching. Ladies ranges in all categories. Gayatri Designs, Thodupuzha. വിവിധ നിലകളിലായി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വിശാലമായ ഷോറൂമിൽ നിന്നും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ വീടുകൾ അലങ്കരിക്കുവാനുള്ള ഫ്ലവേഴ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, നിലവിളക്കുകൾ തുടങ്ങിയവയുടെ ആകർഷകമായ ശേഖരം. പട്ടരുമടം സ്റ്റീൽ ഹൌസിന്റെ പുതിയ സംരംഭം പട്ടരുമടം ബി മാർട്ട്, അമ്പലം ബൈപ്പാസ് റോഡ്, തൊടുപുഴ. നിങ്ങളുടെ മനസ്സിനനുയോജ്യമായ ഫർണിച്ചറുകൾ തിരഞ്ഞെടുക്കാവുന്ന അപൂർവം ഫർണിച്ചർ കടകളിലൊന്നാണ് റോയൽ ഫർണിച്ചർ മടക്കത്താനം. ഫോൺ 9544772025 9747929290. ഗുരുനാരായണ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പടിഞ്ഞാറേക്കോടിക്കുളം, തൊടുപുഴ. ഫോൺ 9947177344. മികച്ച വിളവിനും അധിക ലാഭത്തിനും മൾട്ടി റൂട്ട് ജാതികൾ കൃഷി ചെയ്യുക. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം, NH റോഡ്, ചാറ്റുപാറ, അടിമാലി. വളർന്നു വരട്ടെ ഒരു മൾട്ടി റൂട്ട് സംസ്കാരം. മഹാറാണി ടെക്സ്റ്റൈൽസ് ഹൈപ്പർ മാർക്കറ്റ്, ഫുഡ് വെയർസ് ആൻഡ് ബാഗ്സ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, IMA റോഡ്, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂർ വണ്ണപ്പുറം മേഖലയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. 300 ഏക്കറോളം കൃഷിയും 50ലേറെ വീടുകളും തകർന്നു. PJ ജോസഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു. അധികാരികളുടെ അനാസ്ഥ മൂലം തകർന്നത് ഒരു കുടുംബം. കുന്നം കാരൂപ്പാറ ഭാഗത്തുണ്ടായ കാറ്റിൽ ആലുംതറയിൽ അലിയാരുടെ വീടിന് മുകളിലേക്ക് റോഡിൽ നിന്നിരുന്ന മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. മുതലക്കൊടുത്ത് പ്രവർത്തിക്കുന്ന കർഷക ഓപ്പൺ മാർക്കറ്റിൽ കർഷക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉൽപ്പന്നങ്ങൾ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്നതിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ഫാദർ ജോസഫ് അടപ്പൂർ നിർവഹിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് ISO പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും വെള്ളിയാഴ്ച രാവിലെ 9:30 തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അർഹതയില്ലാത്തവരെ ലിസ്റ്റിൽ തിരികെ കയറ്റിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഫോർവേഡ് ബ്ലോക്ക് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിന് മുൻപിൽ കൂട്ടുധർണ നടത്തി. Today is my day. Polywootel Silks, Kottayam, Thrissur, Thodupuzha. വാർത്തകൾ വിശദമായി. തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂർ വണ്ണപ്പുറം മേഖലയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. 300 ഏക്കറോളം കൃഷിയും 50ലേറെ വീടുകളും തകർന്നു. തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂർ വണ്ണപ്പുറം മേഖലയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. 300 ഏക്കറിലെ കൃഷി നശിച്ചതിനു പുറമെ 50ലേറെ വീടുകളും തകർന്നു. വൻ മരങ്ങൾ കടപുഴകി വീണ റോഡ് ഗതാഗതവും വൈദ്യുതി ബന്ധവും പൂർണ്ണമായി സ്തംഭിച്ചു. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇടുക്കിയിൽ മഴ ശക്തമായത്. മഴയ്ക്കിടയിൽ
ഇടിമിന്നലിന്റെ അകമ്പടിയോടെ രാവിലെ 9:30-ക്കാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. വണ്ണപ്പുറം, കരിമണ്ണൂർ, പുറപ്പുഴ, കുമാരമംഗലം, നാവപ്പുഴ ഉൾപ്പെടെ 15 കിലോമീറ്റർ ചുറ്റളവിൽ കാറ്റ് കനത്ത നാശം വിതച്ചു. തേക്ക്, ആഞ്ഞിലി ഉൾപ്പെടെ 100-ലേറെ വൻമരങ്ങളാണ് കാറ്റിൽ കടപുഴകി വീണത്. ഇതിൽ നിരവധി വീടുകളും തകർന്നു. പലരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. തെങ്ങ്, കമുക്, റബ്ബർ, വാഴ കൃഷിയെല്ലാം നാമാവശേഷമായി. വണ്ണപ്പുറം, കരിമണ്ണൂർ റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. 300-ലേറെ വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതോടെ പ്രദേശത്തെ വൈദ്യുതി, ടെലിഫോൺ ബന്ധവും താറുമാറായി. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ റോഡിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റി. തൊടുപുഴ തഹസീൽദാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തി നാശനഷ്ടത്തെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി ആന്റണി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജെയ്സമ പോൾസൺ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മഴക്കാലം ആകുമ്പോഴേക്കും ഈ PWD റോഡുകളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് പല പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടും ഇതുവരെ വെട്ടിമാറ്റാത്ത ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂര പോയിരിക്കുന്നത്. വീട്ടിൽ ആളില്ലാതിരുന്നുകൊണ്ട് ജീവന് ഭീഷണി ഉണ്ടായില്ല. വളരെ ദയനീയമാണ് ഇവരുടെ അവസ്ഥ. പഞ്ചായത്തിൽ നിന്ന് വീട് കൊടുത്ത് നിർമ്മിച്ച വീടാണ്. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ PWD ഭാഗത്തുനിന്ന് എപ്പോഴും ഈ മരം വെട്ടിമാറ്റുന്നതിനുള്ള ഒരു കാലതാമസം കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ശക്തമായ കാറ്റിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അടിയന്തര ധനസഹായം എത്തിക്കണമെന്ന് PJ ജോസഫ് MLA ആവശ്യപ്പെട്ടു. റബ്ബർ അടക്കമുള്ള മരങ്ങൾ നിലംപൊത്തി. നിരവധി വീടുകൾക്കും നാശനഷ്ടമുണ്ടായി. ഏക്കർ കണക്കിന് പ്രദേശത്ത് റബ്ബർ, വാഴ അടക്കമുള്ള കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ചു. കൃഷിനാശം സംഭവിച്ച വിവിധ സ്ഥലങ്ങളിൽ PJ ജോസഫ് സന്ദർശനം നടത്തി. നാശനഷ്ടം വിലയിരുത്തി കർഷകർക്ക് ധനസഹായം എത്തിക്കാൻ റവന്യൂ, കൃഷി ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. പോയി കുറച്ച് ഞങ്ങൾ വരാം. മറ്റേ അപ്പുറം ഉപയോഗിക്കാനുള്ള കാര്യമില്ല. അപ്പോൾ പുള്ളിയുടെ സ്ഥലം ഇവരുടെ വീട്ടിൽ തൊട്ടാണ്. അത് മൊത്തം ഏർപ്പെടുത്തി. പുള്ളിയുടെ 25 ജാതി പോയെന്ന് പറഞ്ഞു സാറ്. ഇവരുടെ തൊട്ട് അധികാരികളുടെ അനാസ്ഥ മൂലം തകർന്നത് ഒരു കുടുംബം. കുന്നം കാരൂപ്പാറ ഭാഗത്തുണ്ടായ കാറ്റിൽ ആലംതറയിൽ അലിയാരുടെ വീടിന് മുകളിലേക്ക് റോഡിൽ നിന്നിരുന്ന മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. അധികാരികളുടെ അനാസ്ഥ മൂലം തകർന്നത് ഒരു കുടുംബം. കഴിഞ്ഞ ദിവസം കുന്നം കാരൂപ്പാറ ഭാഗത്തുണ്ടായ കാറ്റിൽ ആലിന്തറയിൽ അലിയാരുടെ വീടിന് മുകളിലേക്ക് റോഡിൽ നിന്നിരുന്ന മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന മൂത്ത മകൾ ഫാത്തിമ കാറ്റിന്റെ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയത് മൂലം അപകടം ഒഴിവായി. അലിയാരും ഭാര്യ ഖദീജയും കൂലിപ്പണിക്കാരാണ്. ഫാത്തിമയെ കൂടാതെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫൗസിയ എന്ന മകളുമുണ്ട്. ഇളയ മകൾ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. വീടിനു മുമ്പിൽ ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്നാൽ അധികാരികൾ ഇതിനുള്ള നടപടി സ്വീകരിച്ചില്ല. PWD ഉദ്യോഗസ്ഥരെ അറിയിച്ചപ്പോൾ മരം മുറിച്ചു മാറ്റുന്നതിന് ഫണ്ടില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. സ്വന്തമായി പണം മുടക്കി മരത്തിന്റെ ശിഖരം മുറിക്കാനുള്ള അനുവാദവും സൗജന്യമായി ഉദ്യോഗസ്ഥർ നൽകി. എന്നാൽ അതിനുള്ള സാമ്പത്തിക സ്ഥിതി തങ്ങൾക്കില്ലായിരുന്നുവെന്നും വീട്ടുകാർ പറഞ്ഞു. ഞങ്ങളിതിന് പേടിയായിട്ട് ഒരു രണ്ട് ഷീറ്റ് പൊട്ടിയപ്പോൾ തൊട്ട് അപേക്ഷ വയ്ക്കുന്നതാണ്. 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇപ്പോൾ അപേക്ഷ ഇതുവരെ തീരുമാനമൊന്നുമില്ല. ഒരു 5 മാസം 6 മാസമായി പേപ്പർ അത്രയും നാളായി നേരിട്ട് കളക്ടർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷ കൊണ്ട് വില്ലേജിൽ വെച്ചത്. അപ്പോൾ അവർ വന്ന് നോക്കാതെ എഴുതരാൻ പറ്റാതെ പിന്നെ നിന്നിപ്പോൾ അവർ വന്ന് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരേ കാരണം വന്ന് നീണ്ടുകൊണ്ട് പോയതാണ്. PWD കരിമണ്ണൂർ PWD എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുത്തു അപേക്ഷ. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഇന്ന് സർക്കാരിൻ്റെ കയ്യിൽ എന്നാകത്ത കാലത്ത് അവർക്ക് കാശ് കിട്ടുന്നതെന്ന് അറിയാൻ പറ്റാൻ അനുവദിച്ച് കിട്ടുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തം കാശ് മുടക്കി വെട്ടിക്കൊള്ളാൻ പറഞ്ഞ് അടിയിൽ നിൽക്കുന്ന 2 കമ്പ് അന്ന് 3000 രൂപ എടുത്ത് 2 കമ്പ് താഴെ അടിക്കമ്പ് മാത്രം വിട്ടു. അവർക്ക് കാശ് കൊടുക്കുക കിട്ടിയാലെന്ന് അവർ പറയണം. അങ്ങനെ പല പല കാരണങ്ങൾ അവർ പറയാം വെട്ടിമാറ്റമായി. ഏകരം വെട്ടിക്കൊള്ളാൻ ചുവട് വെട്ടാനും അന്ന് അവർ പറഞ്ഞു. ഏകരം നിങ്ങൾക്ക് ഭീഷണിയായ 2 ഏകരം മാത്രം വെട്ടിക്കൊള്ളാൻ അവർ പറഞ്ഞു. വന്നിട്ട് ഒരു കടയിൽ പോവാം. രാവിലെ എത്ര മണിക്കൊക്കെ ചെറുതിനൊക്കെ പോകും. ഒരാളുള്ള സ്കൂളിലാണ് പോയിട്ട് വിളിച്ചിട്ടില്ല, അറിയിച്ചിട്ടില്ല. വില്ലേജ്, പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചപ്പോൾ അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നതായി വീട്ടുകാർ പറയുന്നു.
ഉദ്യോഗസ്ഥരുടെ അലംഭാവവും കെടുകാര്യസ്ഥയും മൂലം ഒരു കുടുംബത്തിന് കിടക്കാൻ കൂരയില്ലാതായി. റോഡ് സൈഡിലെ മരം മുറിക്കുമ്പോൾ പ്രകൃതി സ്നേഹവുമായി ഓടിയെത്തുന്നവർ പ്രകൃതിയോടൊപ്പം അല്പമെങ്കിലും മനുഷ്യനെയും സ്നേഹിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വീശിയടിച്ച കാറ്റിൽ കരുമണ്ണൂർ പുതുശ്ശേരിയിൽ മോഹനന്റെ വാഴത്തോട്ടം പൂർണ്ണമായും നശിച്ചു. വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ 10 മണിയോടുകൂടി ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും എന്റെ 300ഓളം വാഴ കുലച്ചുകൊണ്ടിരുന്നതും വാഴ സകലതും നഷ്ടപ്പെട്ടു. എല്ലാം ഒടിഞ്ഞു മറിഞ്ഞ് പിന്നങ്ങിരിഞ്ഞ് കിടക്കുകയാണ്. എനിക്ക് ഈ ഇനത്തിൽ നല്ലൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പാട്ടത്തിന് സ്ഥലമെടുത്ത് ചെയ്ത കൃഷിയായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ആകെ ദുഃഖകരമായ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ബുധനാഴ്ചയുണ്ടായ ചുഴലിക്കാറ്റിൽ കുമാരമംഗലം തൈമറ്റത്തിൽ ജോർജിന്റെ വീടും കൃഷിത്തോട്ടവും നശിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായതായി ജോർജ് പറയുന്നു. വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിനും സാരമായ തകരാർ സംഭവിച്ചു. റബ്ബർ, ജാതി, ആഞ്ഞിലി, പ്ലാവ് തുടങ്ങി കൃഷിയിടത്തിലെ വിളകളെല്ലാം തന്നെ കാറ്റിൽ നശിച്ചു. ചുഴലിക്കാറ്റാണ് കാണാൻ തോന്നിയത്. പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് സംഗതി എല്ലാവരും അടിച്ചു പൊടിച്ച് ക്ലിയറാക്കി. പിന്നെ ഓട്, പിന്നെ കഴിക്കോടിൻ്റെ എല്ലാം സ്ഥാനം മാറിപ്പോയി. അവിടെ ചൂട് പോയിട്ടുണ്ട്. പിന്നെ ജാതി 9 എണ്ണം കാച്ചു തുടങ്ങി, നല്ല ജാതിയായിരുന്നു. 9 എണ്ണം മറിഞ്ഞുപോയി. പിന്നെ മാവ്, പ്ലാവ്, തേക്ക് ഇതെല്ലാം ഒടിഞ്ഞുപോയി. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സംഭവം. ഇതിന് കാറ്റും നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇത്രയും കാറ്റടിക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ഊതി വന്ന് കാറ്റ്, ഒരു ചുഴലിക്കാറ്റാണ് കറങ്ങി അടിച്ച് റബ്ബറെല്ലാം ചുറ്റി അടിച്ച് റബ്ബറിനെ എല്ലാം കൂട്ടി കെട്ടി കൊണ്ടുകൊടുക്കുന്നത്. കഴുകുന്നില്ല ഇങ്ങനെ കാറ്റിങ് പോകുന്നത്. അവിടെ ഈ ഇവരുടെ അനിയനൊക്കെ നട്ടകണ കപ്പയും ഇതൊന്നുമില്ല. വാഴക്കുടി ദിവസമായിട്ടൊന്നും നട്ടകണമൊന്നുമില്ല. മൊത്തം പോയി. മൊത്തം ഇതുപോലെ കിടക്കണ പിന്നെ ഒരു വെളുപ്പ് മാത്രമേ ഉള്ളൂ. പള്ളിപ്പറമ്പിൽ എങ്ങാണ്ട് 60 റബ്ബർ പോയിന്നാണ്. പുറപ്പുഴ തറവട്ടം ക്ഷേത്രത്തിന് സമീപം നിന്ന പ്ലാവ് കടപുഴകി വീണു. ബുധനാഴ്ച രാവിലെ 10:30യോടെയാണ് സംഭവം. ശക്തമായ കാറ്റിൽ മരം മറിയുകയായിരുന്നു. 150 വർഷത്തിലേറെ പഴക്കമുള്ള പ്ലാവാണിത്. വൈദ്യുതി ലൈനിലേക്കാണ് മറിഞ്ഞു വീണത്. വൈദ്യുതി പോസ്റ്റിനും വൈദ്യുതി ലൈനിനും തകരാർ സംഭവിച്ചു. നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും ചേർന്ന് മരം വെട്ടിനീക്കി. സമീപമുള്ള സ്കൂളുകളിലെ കുട്ടികൾ ക്ലാസ്സിൽ കയറിയതിനാൽ വലിയ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. എല്ലാവർക്കും ഭവനം എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത കേന്ദ്ര സർക്കാരുകളുടെയും നഗരസഭയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ ദാനവും റിവോൾവിംഗ് ഫണ്ട് വിതരണവും വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ മൈതാനിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ നിർവഹിക്കും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തും. മണക്കാട് ഗ്രാമപഞ്ചായത്ത് ISO പ്രഖ്യാപനം, പഞ്ചായത്ത് ഓഫീസ് അനക്സ് മന്ദിരം, പേയ്മെന്റ് സംവിധാനം, ഓണത്തിന് ഒരു മരം പച്ചക്കറി എന്നീ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും വെള്ളിയാഴ്ച രാവിലെ 9:30 ചിറ്റൂർ ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ജോയ്സ് ജോർജ് MP മുഖ്യപ്രഭാഷണവും പ്രതിഭകളെ ആദരിക്കലും നടത്തും. ഓണത്തിന് ഒരു മരം പച്ചക്കറിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു ജോൺ നിർവഹിക്കും. ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ, വൈസ് പ്രസിഡന്റ് B ഹരി, ജിജോ ജോർജ്, രജി ദിവാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തന മികവിനുള്ള അന്തർദേശീയ അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് ISOയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് അനക്സ് മന്ദിരം നിർമ്മിച്ചിട്ടുണ്ട്. 2016-17, 2017-18 വർഷത്തെ സാമ്പത്തിക ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ച് പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പേയ്മെന്റ് സംവിധാനം, ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതികളുടെ ഉദ്ഘാടനം, അതുപോലെ ഗ്രാമപഞ്ചായത്തിലെ SSLC +2 വിഷയങ്ങളിൽ മുഴുവൻ വിഷയങ്ങൾക്ക് A+ കിട്ടിയ കുട്ടികളുടെ സംഗമവും അവരുടെ ആദരിക്കലുമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത്.
പിന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസിൻ്റെ ഗ്രാമസേവിക, അതുപോലെ NRG വർക്കേഴ്സിൻ്റെ ഓഫീസ് മുറി, അതുപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ്, ഇതെല്ലാം കൂടി ഒരു കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിൻ്റെ വേണ്ടിയിട്ട് പണി പൂർത്തീകരിച്ച കെട്ടിടമാണത്. അതുപോലെ ഈ പേയ്മെന്റ് സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലുള്ള ഏതൊരാൾക്കും എവിടെ താമസിച്ചാലും അവിടെ നിന്നുകൊണ്ട് തന്നെ ഓൺലൈൻ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ പേയ്മെന്റിലൂടെ നടപ്പിലാക്കുന്നത്. ഈ വർഷം നമ്മൾ ആദ്യഘട്ടം എന്ന നിലയിൽ വസ്തുനികുതി മാത്രമാണ് അടയ്ക്കാൻ പറ്റുന്നത്. പിന്നീട് ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അതുപോലുള്ള എല്ലാ ടാക്സുകളും അടയ്ക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ സാധിക്കും. പാവപ്പെട്ടവരെ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അർഹതയില്ലാത്തവരെ ലിസ്റ്റിൽ തിരികെ കയറ്റിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഫോർവേഡ് ബ്ലോക്ക് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിന് മുൻപിൽ കൂട്ടധർണ നടത്തി. പാവപ്പെട്ടവരും വിധവകളുമായ ആളുകളെ BPL ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി സർക്കാർ ജോലിയും വൻ സാമ്പത്തിക സ്ഥിതിയുള്ളതും APL ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നവരുമായ കാർഡുടമകളെ അനധികൃതമായി ഭരണാധികാരികളുടെയും റേഷൻ കട ഉടമകളുടെ ഒത്താശയോടെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ നടപടിയെ പ്രതിഷേധിച്ച് ഫോർവേഡ് ബ്ലോക്ക് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിന് മുമ്പിൽ കൂട്ടധർണ നടത്തി. കൂട്ടധർണയുടെ ഉദ്ഘാടനം AIYL സംസ്ഥാന സെക്രട്ടറി ജോഷി ജോർജ് നിർവഹിച്ചു. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി CK ശിവദാസ്, AIYL ജില്ലാ സെക്രട്ടറി റിജോമോൻ CS, ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി അംഗം KC കൃഷ്ണൻകുട്ടി, KN സോമരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വണ്ണപ്പുറം പഞ്ചായത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും അർച്ചന ആശുപത്രിക്ക് സമീപമുള്ള സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകണമെന്നും BCCFന്റെ സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് ഫയർ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും നിർമ്മിക്കണമെന്നും ടൗൺ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും നേതാക്കൾ ഉന്നയിച്ചു. ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ഭൂമി കയ്യേറ്റത്തിന് മറുപിടിക്കുവാനാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി തെരുവിലിറങ്ങിയതെന്ന് PT തോമസ് MLA പറഞ്ഞു. കോൺഗ്രസ് ബൂത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ലക്ഷം കവലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ തട്ടിയെടുത്ത ഭൂമി വൈദ്യുതി മന്ത്രിയെ കൂട്ടുപിടിച്ച് ഒഴിപ്പിക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ നേരിടുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ നടത്താനാണോ ചിലർ MPയും MLAയും ആകുന്നതെന്നും PT തോമസ് ചോദിച്ചു. തങ്ങളുടെ ഭൂമി കയ്യേറ്റത്തിന് മറപിടിക്കാൻ വേണ്ടി പാവങ്ങളെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് സമരത്തിനും ബഹളത്തിനും ഒക്കെ കൊണ്ടുപോയി ഏക്കർ കണക്കിന് സ്ഥലം തട്ടിയെടുത്ത് ആ സ്ഥലത്തെ നോട്ടീസ് കൊടുത്ത് ഇറക്കാൻ വരുമ്പോൾ ഉദ്യോഗസ്ഥനെ തടയുകയും സമരം ചെയ്യുകയും അതിന് വൈദ്യുതി മന്ത്രിയെ കൂട്ടുപിടിക്കുകയും ഒക്കെ ചെയ്ത് നടന്ന നാടകം മുഴുവൻ നമ്മുടെ നാട് കണ്ടു. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തുടരാൻ വേണ്ടിയാണോ MLAയും MPയും അതുപോലുള്ള പദവികളൊക്കെ ഓരോരുത്തരാകുന്നത്? മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഉന്നത വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് PD ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നേതാക്കന്മാരായ AP ഉസ്മാൻ, ആഗസ്തി അഴകത്ത്, TK കുര്യൻ, CP സലീം, NK പുരുഷോത്തമൻ, G രാജു, ബിജോ മാണി, മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുതലക്കുടത്ത് പ്രവർത്തിക്കുന്ന കർഷക ഓപ്പൺ മാർക്കറ്റിൽ കർഷക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉൽപ്പന്നങ്ങൾ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്നതിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ഫാദർ ജോസഫ് അടപ്പൂർ നിർവഹിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു വിപണി കണ്ടെത്തണം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള ഒരു വേദി തുറന്നു തരുന്നില്ല. അതുകൊണ്ട് കർഷകരെ രക്ഷിക്കുക, കർഷകർ തന്നെ വേണം എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ മുതൽക്കുടം പള്ളിയുടെ മുൻവശത്തുള്ള പാർട്ടികൾ അറിയാതെ എവിടെയെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ലേലം ചെയ്യാനുള്ള ഒരാശയത്തെപ്പറ്റി പൊതുയോഗത്തിലും കമ്മിറ്റിയിലൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. അത് പിന്നീട് ഭാവിയിൽ അസ്വസ്ഥതയാകുന്നതുകൊണ്ട് അസൗകര്യങ്ങളുണ്ടാകുന്നതുകൊണ്ട് അത് ആ പരിപാടി അങ്ങോട്ട് വേണ്ടായെന്ന് വയ്ക്കുകയാണ്. അതിൻ്റെ പിന്തുടർച്ച നിലയിലാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കാനും രൂപീകരണത്തിന് അതിന് വേണ്ട നേതൃത്വം നൽകിയിരുന്നു. അപ്പം അങ്ങനെ ഒരു സംരംഭത്തിന് രൂപം കൊടുക്കുകയും അതുപോലെ തന്നെ KCCയുടെ കർഷക വേദിയിലെ അംഗങ്ങൾ, കമ്മിറ്റിക്കാർ അവരെല്ലാം അതിന് വേണ്ട പ്രോത്സാഹനം നൽകി അങ്ങനെ അതിവിടെ കാൺസ് ഡയറക്ടർ ആന്റണി കണ്ടിരിക്കൽ, ഉടുമ്പന്നൂർ വിപണി ഭാരവാഹികളായ ജോർജ് കൊച്ചുകുടി, ഐസക്,
മോഹനൻ, കർഷക വേദി സെക്രട്ടറി ടോം ജെ കല്ലറിക്കൽ, ട്രഷറർ ജിമ്മി ചെമ്പരത്തി, കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് പള്ളിക്കമാലിൽ, ജോസ് വടക്കേൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് കൊടിയേറി. പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. സഹായമെത്രാൻമാർ ജേക്കബ് മുരിക്കൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. 28 വെള്ളിയാഴ്ച തിരുനാൾ സമാപിക്കും. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ചു. ബ്രഹ്മശ്രീ തത്തനപ്പള്ളി കൃഷ്ണയ്യർ ആണ് യജ്ഞാചാര്യൻ. ജൂലൈ 23 ഞായറാഴ്ച സപ്താഹ യജ്ഞം സമാപിക്കും. ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗിന് മുകളിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. കൊന്നത്തടി സ്വദേശിയായ കരാറുകാരൻ കരിങ്കുളത്തിൽ അഭിലാഷ് കെബിയാണ് ഭീഷണി മുഴക്കിയത്. 2014-15 സാമ്പത്തിക വർഷത്തിലെ കരാർ തുക നൽകാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് അഭിലാഷ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ചെങ്കുളം മേഴ്സി ഹോം നിർമ്മാണത്തിന്റെ കുടിശ്ശികയായ 16 ലക്ഷം രൂപയാണ് കിട്ടാനുള്ളത്. കഴിഞ്ഞ മാർച്ച് മുതൽ ഈ തുകയ്ക്കായി കയറിയിറങ്ങിയെങ്കിലും തുക ഇതുവരെ ലഭിച്ചില്ല. സാമ്പത്തിക കുടിശ്ശികയായതോടെ ഇദ്ദേഹത്തിന്റെ വീടും കാറും ജപ്തി ചെയ്തിരുന്നു. ഇതോടെയാണ് പണം അനുവദിക്കാത്തതിൽ ആത്മഹത്യാ ഭീഷണിയുമായി ഇയാൾ രംഗത്തെത്തിയത്. ഇയാളെ അനുകൂലിച്ച് കരാറുകാരും രംഗത്തെത്തി. ഈ അഭിലാഷിന്റെ 2.5 ലക്ഷം രൂപ ജില്ലാ ബാങ്ക് കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ അവന്റെ വീട് ജപ്തി ചെയ്തു. 16 ലക്ഷം രൂപ അവനോട് കിട്ടാനുണ്ട്. അവന്റെ അപ്പനെയും അമ്മേനെയും കുഞ്ഞുങ്ങളെ റോഡിലേക്ക് ഇറക്കി വിട്ടു. അവന്റെ വണ്ടി നിലവിൽ അവനിപ്പോ വഴിയാതെ ഇന്ന് നടന്ന സംഭവം. അവന്റെ കാറ് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അഭിലാഷ് ഇങ്ങനെ ചെയ്തത്. ഞങ്ങൾ ഫോൺ വിളിച്ചറിഞ്ഞു. ഉടനെ ഞങ്ങളൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും ആളുകൾ വരുകയില്ല. ഈ 14 ജില്ലാ പഞ്ചായത്ത് ഇത്രയും മോശപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വേറെ ഒരിടത്തുണ്ടായിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഇവരുടെ പ്രതിഷേധം ശക്തമായി. 5.5 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം കാലതാമസം നേരിടുന്നതെന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ഷാജി കെ കുര്യൻ പറഞ്ഞു. 2016 ഇത് ടെൻഡർ ചെയ്യുകയും ഈ പണം കൊടുക്കുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ വരികയും ഗവൺമെൻറ് 17-18 വർഷത്തെ പദ്ധതിയിൽ നിന്നും പ്ലാൻ തുകയിൽ നിന്നും ഈ പറഞ്ഞ 15-16 14-15 പദ്ധതികളുടെ തുക കൊടുക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും ഭരണസമിതി അതിന് തയ്യാറാകാതെ വരികയും പല പ്രാവശ്യം തിരുവനന്തപുരത്ത് പോയിട്ട് 14-15 പൈസ തന്നെ ഇതിന് അനുവദിക്കണം എന്ന് നിഷ്കർഷിച്ച് വരികയും ആണ് ഉണ്ടായത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തി കരാറുകാരുമായും അഭിലാഷുമായും സംസാരിച്ചു. അഭിലാഷിന്റെ കുടിശ്ശിക ഇന്ന് തന്നെ നൽകാമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് ഈ പൈസയും കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും എങ്കിലും അത് ഓൺ ഫണ്ടിൽ നിന്ന് എടുത്ത് ഇപ്പൊ തന്നെ അഭിലാഷിന്റെ പൈസ കൊടുക്കും. തുടർന്ന് ഇയാൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രവർത്തനരഹിതമായ അമ്മത്തൊട്ടിലിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പെൺകുഞ്ഞിനെ ലഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിനോട് ചേർന്ന ശിശുക്ഷേമ സമിതിയുടെ തൊട്ടിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. 5 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് ചൊവ്വാഴ്ച വൈകിട്ട് അമ്മത്തൊട്ടിലിൽ നിന്നും ലഭിച്ചത്. പ്രവർത്തനമില്ലാതെ കിടന്ന അമ്മത്തൊട്ടിലിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടെത്തിയ വഴിയാത്രികനാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന ഉടുപ്പിൽ 13-7 എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ നിന്നുമാണ് കുട്ടിയുടെ പ്രായം കണക്കുകൂട്ടിയത്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നഴ്സുമാരുടെ പരിചരണത്തിലാണ് ഈ കുട്ടി. ശിശുക്ഷേമ സമിതിക്ക് അടുത്ത ദിവസം കുട്ടിയെ കൈമാറും. 2009 മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി PK ശ്രീമതി ഈ അമ്മത്തൊട്ടിൽ ഉദ്ഘാടനം ചെയ്തത്.
ഒരു വലിയ പേരും പ്രശസ്തിയായിട്ടൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ എന്താവശ്യം വന്നാലും ഒന്നുമില്ലാതെ നിലച്ച് കിടക്കാൻ തുടങ്ങിയിരുന്ന കാലങ്ങളായി. ഏതായാലും ഒരു വലിയ മനുഷ്യർ ഇങ്ങോട്ട് ആ സന്ധ്യ നേരം അതിനെ പുറത്തോട്ട് ഇറങ്ങുക, വെളുപ്പിന് ഇറങ്ങിയ പട്ടിയെല്ലാം കൂടെ അവരെ കൊന്നു തിന്നാൻ ഇറങ്ങുക. ഏതായാലും ആ കൊച്ചിൻ്റെ ഭാഗ്യം കൊണ്ട്, ഏത് കുഞ്ഞായാലും അതിൻ്റെ ഭാഗ്യം കൊണ്ട് അതിനെ ആരോ കരയുന്ന കേട്ടോണ്ടാണ് ഇന്ന് അതിനെ എടുത്തത്. ഇതുള്ള അധികാരികളും മറ്റുള്ളവരും അത് ശ്രദ്ധിച്ചതിന് വേണ്ട പരിഹരണം ചെയ്തിടുവാണെങ്കിൽ ഇവിടെ കൊണ്ടിടുന്ന കുഞ്ഞാലും നശിച്ചു പോകാതെ നഷ്ടപ്പെടാതെ നല്ല കാര്യം. 8-10 വർഷമായി ഇത് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല. പിള്ളേരെ കൊണ്ടൊക്കെടുത്ത് വെച്ച് പോയാൽ പട്ടി പെരുമായ്ക്കളൊക്കെ വന്ന് അതിനൊരു സുരക്ഷിതത്വം ഇല്ലാതെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് ഒരു സങ്കടമുള്ള ഒരു കാര്യമാണ്. തരിശുനില പച്ചക്കറി നടീൽ ഉത്സവം വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിൽ നടന്നു. ജൈവഗ്രാം ഇടുക്കി ഫെഡറേഷൻ രക്ഷാധികാരി കെ ജയചന്ദ്രൻ ex-MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജൈവഗ്രാം ഇടുക്കി KGO ഇടുക്കി ഏരിയ കമ്മിറ്റി, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത്, ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA, പോലീസ് സർവീസ് സഹകരണ സംഘം, കുടുംബശ്രീ ഇടുക്കി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് നടീൽ ഉത്സവം നടത്തിയത്. വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൈനടിയിൽ ഉദ്ഘാടനം മുൻ MLA കെ ജയചന്ദ്രൻ നിർവഹിച്ചു. KGOA ഇടുക്കി ഏരിയ പ്രസിഡന്റ് ക്രിസ്റ്റി ജെ തുണ്ടിപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് തൈ വിതരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോർജ്, പഞ്ചായത്ത് അംഗങ്ങളായ റോയി കൊച്ചുപുര, KM ജലാലുദ്ദീൻ, ആലീസ് ജോസ്, CDS ചെയർപേഴ്സൺ ആശ സേതു, ഭാരവാഹികളായ അനു ആർ, സബൂറ ബിവി, ബിനി ആർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിലെ തരിശായ ഭൂമിയിലാണ് പദ്ധതി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. വാഴത്തോപ്പ് മണിയാറൻകുടിയിൽ കോൺഗ്രസ് കുടുംബസംഗമം PT തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ബിജോ മാണി, ആഗസ്തി അഴകത്ത്, MD അർജുനൻ, G രാജു, N പുരുഷോത്തമൻ, TS ബേബി, KB സെൽവം, AP ഉസ്മാൻ, ജോസ് ഊരക്കാട്, KM ജലാലുദ്ദീൻ, ജോർജ് മേക്കമാലി, PD ജോസഫ്, CP സലീം, മുജീബ് റഹ്മാൻ, ജോയ് വർഗീസ്, ആലിസ് ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 6.5 കോടി രൂപ മുതൽ മുടക്കി നിർമ്മാണം നടത്തിയ റോഡ് നാട്ടുകാർക്ക് നൽകുന്നത് തീരാ ദുരിതം. റോഡ് മൺപണികൾ മാത്രം നടത്തി കരാറുകാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും തട്ടിപ്പുകൾ നടത്തി 6 വർഷം പിന്നിട്ടെന്ന നാട്ടുകാർ. കഞ്ഞിക്കുഴി പൊന്നെടുത്താൻ പട്ടയക്കുടി വഞ്ചിക്കൽ റോഡാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. നബാർഡിന്റെ ധനസഹായത്തോടെ കോടികൾ മുടക്കിയാണ് ഈ റോഡിൽ നിർമ്മാണം ആരംഭിച്ചത്. 6 വർഷം മുമ്പ് മൺപണികൾ മാത്രം നടത്തി ഈ റോഡിന്റെ നിർമ്മാണം കരാറുകാരൻ ഉപേക്ഷിക്കുകയായിരുന്നു. അവികസിത മേഖലയിലൂടെയുള്ള ഈ റോഡ് വികസനത്തിന് ഇടയാകുമെന്ന് പ്രതീക്ഷിച്ച് ആകെ ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ പകുതിയും വികസനത്തിന് വിട്ടുകൊടുത്തവർക്ക് യാത്രാ ദുരിതം ഇനിയും അവസാനിച്ചിട്ടില്ല. ഇവിടെ ആകെപ്പാടെ 50 സെന്റ് സ്ഥലം മേടിച്ചെടുത്ത് 10-25 സെന്റ് സ്ഥലത്തോളം ഈ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടുകൊടുത്ത് ഒരു വഴി വരുമല്ലോ എന്ന് ഓർത്തു. ഇതേവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. ഈ വഴി റോഡ് നിർമ്മാണം തുടരണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യാലയം പിക്കറ്റ് ചെയ്യുക പോലും ചെയ്തിട്ടും പരിഹാരമായില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ആവശ്യഘട്ടങ്ങളിൽ വാഹനയാത്ര പോലും സാധ്യമാകാതെ ബുദ്ധിമുട്ടുകയാണ് ഇവർ. ഈ വഴി കഞ്ഞിക്കുഴി വണ്ടപ്പുറം പഞ്ചായത്തിന്റെ അതിർത്തി പങ്കിടുന്ന വഴിയാണ്. ഇതിപ്പോൾ ഞങ്ങളൊരു 5-6 വർഷമായിട്ട് ഈ വഴി ഇപ്പം കോൺട്രാക്ട് എടുത്തിട്ട് ഇത് പണി നിർത്തി വെച്ചേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ വണ്ടി ഇതിൽ കൊണ്ടുപോകുന്നത് വളരെ കഷ്ടപ്പെട്ടാണ്. ഇപ്പോൾ ഒരു ആൾക്കാർക്ക് ഒരു അസുഖം വരും, എന്ത് വന്നാലും വണ്ടി തള്ളി കയറ്റി വിടുന്നൊരവസ്ഥയാണ്. വേറെ വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വരാറില്ല. പഴയകണ്ടത്ത് വരെ ചെന്നാലേ വേറെ വാഹനം കിട്ടാറുള്ളൂ. ആദിവാസി മേഖലയിലേക്കുള്ള റോഡ് എന്നത് പ്രദേശവാസികളുടെ വർഷങ്ങളായ സ്വപ്നമാണ്. റോഡ് നിർമ്മാണം അട്ടിമറിച്ചത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഇന്നത്തെ ചിന്താവിഷയം. പൗലോസ് പാരേക്കര അച്ഛന്റെ ചിന്തകൾ ശ്രവിക്കുക. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യെരീഹോവിലെ കുരുടൻ ഒരു സന്ദേശം കൂടെ നമുക്ക് തരുന്നുണ്ട്. അവൻ യാചകനായിരുന്നു. ഇന്നോളം അവൻ യാചിച്ചത് ചില്ലറ തൊട്ടുകൾക്ക് വേണ്ടിയോ ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയോ ആയിരുന്നു. അതവൻ്റെ വിശപ്പടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ യാചിച്ചത് ഒരു ചില്ലിത്തൊട്ടിന് വേണ്ടിയല്ല, ഒരിറ്റ് ആഹാരത്തിന് വേണ്ടിയുമല്ല. എനിക്ക് കാഴ്ച ലഭിക്കണം. എന്നാൽ ഇന്ന് ഈ ഉൾക്കാഴ്ച നമ്മിൽ ഒത്തിരി പേർക്കുമില്ല.
നമ്മളിന്നും കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കുന്നത് ഭിക്ഷാപാത്രം നീട്ടി ചില ചില്ലറത്തൊട്ടുകളാണ്. രോഗസൗഖ്യമോ, സാമ്പത്തിക ഭദ്രതയോ, വിദേശത്ത് പോകാനൊരു വിസയോ, വിവാഹം നടക്കാനൊരു വഴിയോ, വിദ്യാഭ്യാസത്തിനുള്ള പണമോ, അല്ലെങ്കിൽ ലോകപരമായ എന്തെങ്കിലുമൊക്കെ. വെറും ഭിക്ഷ. കാഴ്ച ലഭിക്കാനുള്ള കാഴ്ച, ഉൾക്കാഴ്ച, അത് ദൈവത്തോട് ചോദിക്കാനുള്ള ആർജവം. ഇതാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത്. ഇത് നേടിയെടുക്കുമ്പോഴാണ് ഒരാളുടെ ജീവിതം ധന്യമാകുന്നത്. അവിടെയാണ് ഭർത്യമായി നമ്മിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. ആ വ്യത്യസ്തത നമ്മുടേതായിരുന്നെങ്കിൽ ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം പാറേക്കരയച്ചൻ. ചരമ വാർത്തകൾ. മങ്ങാട്ടുകവല പൂവപ്പറമ്പിൽ അബ്ദുൽ കരീമിന്റെ ഭാര്യ സുബൈദ നിര്യാതിയായി. 68 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. പരേത അന്തിനാട്ട് കുടുംബാംഗം. മക്കൾ അബ്ദുൽ ഖാദർ, നിസാർ, നിഷിദാമോൾ. മരുമക്കൾ ബൈജു ഈരാറ്റുപേട്ട, സഫീന കാഞ്ഞിരപ്പള്ളി, സജ്ന ഈരാറ്റുപേട്ട. വടക്കുമുറി കുഞ്ഞൻപറമ്പിൽ ജയചന്ദ്രവർമ്മ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ ശ്രീജയ. മങ്ങാട്ടുകവല പെരുനിലത്ത് ഹസൻകുട്ടിയുടെ മകൻ ഷാജി PH നിര്യാതനായി. 49 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. ഭാര്യ ഷൈല. മക്കൾ ഫൈസൽ, ഫെഫീന, ഷിഫാന, ഫർസാന. ഇടവെട്ടി മരുതുങ്കൽ ഹനീഫയുടെ ഭാര്യ സുഹറ നിര്യാതയായി. 49 വയസ്സായിരുന്നു. കബറടക്കം നടത്തി. കാഞ്ഞാർ പീടികത്താഴ്ത്ത കുടുംബാംഗമാണ്. മക്കൾ ഷംന, അനസ്, മാഹിൻ, മരുമകൻ സലീം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2650 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 140 രൂപ, RSS 5 കിലോഗ്രാമിന് 137 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയ്ക്ക് സമീപം കരിമണ്ണൂർ വണ്ണപ്പുറം മേഖലയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ കനത്ത നാശനഷ്ടം. 300 ഏക്കറോളം കൃഷിയും 50ലേറെ വീടുകളും തകർന്നു. PJ ജോസഫ് MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സംഭവസ്ഥലം സന്ദർശിച്ചു. അധികാരികളുടെ അനാസ്ഥ മൂലം തകർന്നത് ഒരു കുടുംബം. കുന്നം കാരൂപ്പാറ ഭാഗത്തുണ്ടായ കാറ്റിൽ ആലുംതറയിൽ അലിയാരുടെ വീടിന് മുകളിലേക്ക് റോഡിൽ നിന്നിരുന്ന മരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. മുതലക്കൊടുത്ത് പ്രവർത്തിക്കുന്ന കർഷക ഓപ്പൺ മാർക്കറ്റിൽ കർഷക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഉൽപ്പന്നങ്ങൾ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്നതിന്റെ ഉദ്ഘാടനം രക്ഷാധികാരി ഫാദർ ജോസഫ് അടപ്പൂർ നിർവഹിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് ISO പ്രഖ്യാപനം ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രതിഭാ സംഗമവും വെള്ളിയാഴ്ച രാവിലെ 9:30 തദ്ദേശ സ്വയംഭരണ മന്ത്രി KT ജലീൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ BPL ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി അർഹതയില്ലാത്തവരെ ലിസ്റ്റിൽ തിരികെ കയറ്റിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഫോർവേഡ് ബ്ലോക്ക് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ണപ്പുറം വില്ലേജ് ഓഫീസിന് മുൻപിൽ കൂട്ടുധർണ നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.